പ്രദീപദ്രൻ ചിറ്റടത്തല്ലേ? ഞാൻ ഭുവൻ ബോധി. നിങ്ങളല്ലേ SI പ്രദീപ് ഭദ്രൻ? ബിസിനസ്സുകാരുടെ നിന്നൊക്കെ വലിയ ഗിഫ്റ്റാ പ്രതീക്ഷിക്കണം. ഇതിലേ നമ്മുടെ കൂടെ വരുന്നത് സാറിന്റെ ക്ലാസ്മേറ്റാ, യോഹന്നാൻ. അച്ഛൻ എന്തൊക്കെയാ ഈ പറയണത്? അവനെയൊക്കെ ഇതിലേക്ക് വലിച്ചഴക്കേണ്ട വല്ല കാര്യമുണ്ടോ? அந்த பொட்டி எடுத்து அவரை நேரடியாய் போய் பார்க்கணும்னு சொல்லியிருக்காரு அந்த சாமியார். എനിക്കിതൊന്ന് കാണാൻ പറ്റും ഈ ചെല്ലപ്പെട്ടി? സോറി ഫാദർ, അത് മട്ടും കേൾക്കാതിങ്ക. ഇതെന്താന്ന് വല്ല പിടിയുണ്ടോ? ഇതൊരു സ്പെഷ്യൽ ചായപ്പൊടിയാ. 15 മിനിറ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് പകുതിയാക്കി വറ്റിച്ചു കുടിക്കണം. നിന്റെ ഷർട്ട് കൊള്ളാം. ആ, അപ്പൊ യോഹന്നാൻ അനിയന്റെ മോനാ നീ അല്ലേ? പോലീസുകാരുടെ ബുദ്ധിയൊന്നും നമുക്കില്ലല്ലോ മോനെ. ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ 2 തവണ ഞാൻ അയാളുടെ കൂടെ കിടന്നിട്ടുണ്ട്. എൻ്റെ 2.5 ലക്ഷം രൂപ ആ നാറി പറ്റിച്ചോണ്ട് പോയെ. എന്തായാലും യോഹന്നാനങ്ങൾ ചെന്ന് പെട്ടുന്ന യോഹന്നാന്റെ തിരോധാനം, അന്വേഷണം തുടരാതെ പോലീസ്, അങ്ങനെ അങ്ങടാക്കിയാലോ? പേരപ്പ കാണാമ പോയി இன்னைக்கு 17 നാളായിடுச்சு ഫാദർ. യോഹന്നാന്റെ തിരോധാനം, തെളിവുകൾ ലഭിക്കാതെ പോലീസ്, അങ്ങനെ എവിടെയും തൊടാത്തൊരു തലക്കെട്ട് കൊടുക്കാവും നമുക്ക് നല്ലത്. സാർ ഒരു 1000 രൂപ കൂടി തരണം, ഞാനത് സെറ്റാക്കി തരാം. പേരപ്പനെ കാണാനില്ല എന്ന് പറഞ്ഞ് നീ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലേ പോലീസ് സ്റ്റേഷനിൽ? ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ പോയല്ലേ? ഈ പറഞ്ഞ അച്ഛന്റെ മുഴുവൻ പേരെന്താ? റാഫേൽ ഗബ്രിയേൽ. എന്തായാലും ആശാനയച്ച ആള് കൊള്ളാം. മാത്യുവിന്റെ വീട്ടിലെ ബാധയും തീർന്നു, പ്രദീപ് ഭദ്രന്റെ കിഴപ്പും തീർന്നു.